പശ്ചിമേഷ്യയിലെ യഥാർത്ഥ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കിയത് ഇസ്രയേലോ അമേരിക്കയോ അല്ല, മറിച്ച് ഇറാനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറായ അമേരിക്കയെയും ആധുനിക ആയുധങ്ങളുള്ള ഇസ്രയേലിനെയും ഒരേ സമയം തങ്ങളുടെ പ്രതിരോധ അച്ചുതണ്ടിൽ തളച്ചിടാൻ ഇറാന് സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ശത്രുക്കൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും തകരാത്ത ഇറാന്റെ തന്ത്രപരമായ വിജയങ്ങൾ നമുക്കിന്ന് പരിശോധിക്കാം. അതിലൊന്നാമത്തേത് അതിജീവനം തന്നെയാണ്. അത് തന്നെയാണ് ഇറാന്റെ വിജയം. ഈ ഇറാനിയൻ മാസ്റ്റർ സ്ട്രാറ്റജിയാണ് ആദ്യം പറയുന്നത്. ഭൗമരാഷ്ട്രീയത്തിലും സൈനിക ശാസ്ത്രത്തിലും എപ്പോഴും ആക്രമിച്ച് കീഴടക്കുന്നവൻ മാത്രമാണോ വിജയി? അല്ല, മറിച്ച് എല്ലാ സന്നാഹങ്ങളുമായി വരുന്ന ശക്തനായ ശത്രുവിന്റെ ലക്ഷ്യങ്ങളെ പരാജയപ്പെടുത്തി സ്വന്തം ആസ്തിയും കാത്തു സൂക്ഷിക്കുന്നവനും വിജയിയാണ്. ഇവിടെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രഖ്യാപിത ലക്ഷ്യം ടെഹ്റാനിലെ ഇസ്ലാമിക് ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നതാണ്. ഇറാനെ സാമ്പത്തികമായും സൈനികമായും പൂർണ്ണമായി തകർക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ലോക ചരിത്രത്തിൽ ഒരു രാജ്യത്തിന് പോലും ഏർപ്പെടുത്തിയിട്ടില്ലാത്തത്ര കടുത്ത ഉപരോധങ്ങളെ അതിജീവിച്ചുകൊണ്ട് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാന് കഴിഞ്ഞു. ഒരു വശത്ത് ആധുനിക ആയുധങ്ങളുമായി ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ പവർ എന്ന് നിൽക്കുമ്പോൾ, മറുവശത്ത് ഇറാൻ കാണിച്ച ഈ പ്രതിരോധം വെറും ഒരു പിടിച്ചു നിൽക്കലല്ല, അത് കൃത്യമായ കണക്കുകൂട്ടലുകളോടെയുള്ള ഒരു മാസ്റ്റർ സ്ട്രാറ്റജിയാണ്. അമേരിക്കയും ഇസ്രയേലും കോടിക്കണക്കിന് ഡോളർ ഒഴുക്കിയിട്ടും ടെഹ്റാനിലെ ഭരണ കേന്ദ്രങ്ങളിലേക്ക് ഒരു പോറിൽ പോലും ഏൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. യുദ്ധത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ശത്രുവിന്റെ ലക്ഷ്യത്തെ ഇല്ലാതാക്കുക എന്നതാണെങ്കിൽ ആ യുദ്ധത്തിൽ പാശ്ചാത്യ സഖ്യം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. നേരിട്ടുള്ള യുദ്ധത്തിൽ തങ്ങളെക്കാൾ സാമ്പത്തിക ശേഷിയുള്ള ശത്രുവിനെ എങ്ങനെ തളയ്ക്കണമെന്ന് ഇറാന് കൃത്യമായി അറിയാമായിരുന്നു. ശത്രുവിന്റെ വമ്പൻ യുദ്ധക്കപ്പലുകളെയും അത്യാധുനിക വിമാനങ്ങളെയും നേരിടാൻ ഇറാൻ തെരഞ്ഞെടുത്തത് ചിലവ് കുറഞ്ഞതും എന്നാൽ മാരകവുമായ ഡ്രോണുകളും ലോക്കൽ മിസൈലുകളുമാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തിനകത്ത് ജനകീയമായ ഒരു ആഭ്യന്തര വിപ്ലവമോ ഭരണകൂടത്തിന്റെ തകർച്ചയോ ഉണ്ടാക്കാൻ പാശ്ചാത്യ ചാര സംഘടനകൾക്ക് കഴിഞ്ഞില്ല. ഇത് കാണിക്കുന്നത് ഇറാന്റെ രാഷ്ട്രീയ അടിത്തറ എത്രത്തോളം ശക്തമാണെന്നല്ലേ. ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം അതെന്താണെന്നറിയാമോ? ഇറാൻ നിർമ്മിച്ചു നൽകുന്ന വെറും $20,000, ഏകദേശം 16 ലക്ഷം രൂപ മാത്രം വില വരുന്ന ഒരു ഷാഹേദ് ഡ്രോണിനെ ആകാശത്ത് വെച്ച് തകർക്കാൻ അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നത് 20 മുതൽ 40 ലക്ഷം വരെ ഡോളർ, ഏകദേശം 16 മുതൽ 33 കോടി രൂപ വരെ വില വരുന്ന ഒരു പേട്രിയറ്റ് അല്ലെങ്കിൽ കപ്പലുകളിൽ നിന്നുള്ള പ്രതിരോധ മിസൈലുകളാണ്. ആലോചിച്ച് നോക്കൂ, ശത്രുവിന്റെ ഒരു ചെറിയ ഡ്രോൺ വരുമ്പോൾ കോടികൾ വിലയുള്ള മിസൈലുകൾ ആകാശത്തേക്ക് വെടിയുതിർത്ത് തീർക്കേണ്ടി വരുന്ന ഒരു സൂപ്പർ പവർ. അത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രതിരോധ ഭണ്ഡാരം അതിവേഗം ശൂന്യമാക്കിയിട്ടുണ്ട്. അതായത് നേരിട്ടുള്ള സൈനിക യുദ്ധത്തെക്കാൾ ഭീകരമായ ഒരു സാമ്പത്തിക ചോർച്ചാ യുദ്ധമാണ് ഇറാൻ ഇവിടെ ജയിച്ചു കയറിയത്. തങ്ങളുടെ പണവും ആയുധങ്ങളും പാഴായി പോകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് അമേരിക്കയ്ക്ക് ഒടുവിൽ വെടിനിർത്തൽ ചർച്ചകളിലേക്ക് വരേണ്ടി വന്നത്. ഒരു യുദ്ധത്തിൽ ശത്രുപക്ഷത്തിന്റെ തലവന്മാരെ ഒന്നൊന്നായി വധിച്ചാൽ ആ രാജ്യം തകർന്നടിയുമെന്നത് പാശ്ചാത്യ യുദ്ധ സിനിമകളിൽ സ്ഥിരം തിരക്കഥയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇറാന്റെ കമാൻഡർമാരുടെ വധത്തെ വലിയ വിജയങ്ങളായി ആഘോഷിക്കുമ്പോൾ പ്രതിരോധ രംഗത്തെ കടുത്ത യാഥാർത്ഥ്യങ്ങൾ അവർ കാണാതെ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC എന്ന സൈനിക സംവിധാനം ഏതെങ്കിലും വ്യക്തികളെ മാത്രം കേന്ദ്രീകരിച്ച് കെട്ടിപ്പടുത്ത ഒന്നല്ല, മറിച്ച് ശക്തമായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങൾക്കും രഹസ്യ ഓപ്പറേഷനുകൾക്കും ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങളെ എന്തുകൊണ്ട് തളർത്താൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് പരിശോധിച്ചാലോ. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സൈനിക ശാസ്ത്രത്തിൽ കമാൻഡർമാരുടെ മരണം സൈന്യത്തിന്റെ ആത്മവിശ്വാസം തകർക്കുമെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ അത് തികച്ചും വിപരീതമായാണ് പ്രവർത്തിക്കുന്നത്. മരണം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം എന്നത് അവിടുത്തെ പോരാളികൾക്ക് ഒരു പരാജയമല്ല, മറിച്ച് അടുത്ത തലമുറയ്ക്ക് യുദ്ധമുഖത്തേക്ക് വരാനുള്ള ഏറ്റവും വലിയ പ്രേരണയാണ്. ചരിത്രം പരിശോധിച്ചാൽ
നമുക്കിത് വ്യക്തമാകും. കാരണം 2020 ഇറാന്റെ ഏറ്റവും മികച്ച തന്ത്രജ്ഞനായ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചപ്പോൾ ഇറാന്റെ സ്വാധീനം അവസാനിക്കുമെന്ന് പലരും കരുതിയിരുന്നു. എന്നാൽ അതിനുശേഷമാണ് പശ്ചിമേഷ്യയിൽ ഇറാന്റെ പ്രതിരോധ ശൃംഖല ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത വിധം കൂടുതൽ ശക്തമായതും വ്യാപിച്ചതും. കമാൻഡ് ചെയിനിലെ തടസ്സമില്ലാത്ത പുനഃക്രമീകരണം, അതായത് IRGCയുടെ ഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ ഏതെങ്കിലും ഒരു തലവൻ ഇല്ലാതായാൽ മിനിറ്റുകൾക്കകം ആ സ്ഥാനം ഏറ്റെടുക്കാൻ ശേഷിയുള്ള രണ്ടാം നിര, മൂന്നാം നിര കമാൻഡർമാരെ സദാ സജ്ജമാക്കി നിർത്തിക്കൊണ്ടാണ്. അലി ലാരിജാനിയോ അലിറേസ തസിരിയോ പോലുള്ള ഉന്നത നേതാക്കൾ യുദ്ധമുഖത്ത് ഇല്ലാതാകുമ്പോഴും താഴെത്തട്ടിലുള്ള ഓപ്പറേഷനുകൾക്ക് യാതൊരു വിധ തടസ്സവും ഉണ്ടാകാത്തത് അതുകൊണ്ട് മാത്രമാണ്. ഒരു കമാൻഡർ വീഴുമ്പോൾ ആ സ്ഥാനത്തേക്ക് വരുന്നത് അതിനേക്കാൾ കടുത്ത നിലപാടുകളുള്ള പുതിയ തന്ത്രജ്ഞരായിരിക്കും. ഇതിന്റെ വസ്തുത എന്തെന്നാൽ അത്യാധുനിക സാങ്കേതിക വിദ്യയും കൃത്രിമ ബുദ്ധിയും ഉപയോഗിച്ച് മൊസാദ് നടത്തുന്ന ടാർഗറ്റഡ് കില്ലിങ്ങുകൾ ഇറാന് താൽക്കാലികമായ ചില തിരിച്ചടികൾ നൽകുന്നു എന്നത് ശരിയാണ്. പക്ഷേ എന്നാൽ ഒരു ജനതയുടെ പ്രതിരോധ വീര്യത്തെയോ വർഷങ്ങളായി അവർ കെട്ടിപ്പടുത്ത സൈനിക സംവിധാനത്തെയോ പൂർണ്ണമായി തുടച്ചു നീക്കാൻ ഇത്തരം സാങ്കേതിക വിദ്യകൾക്ക് കഴിയില്ല എന്ന ഈ യുദ്ധത്തിന്റെ ഗതി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നേതാക്കൾ മാറിയാലും ലക്ഷ്യം മാറാത്ത ഒരു സൈനിക വ്യൂഹത്തെയാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇവിടെ നേരിടേണ്ടി വന്നത്. വെടിനിർത്തൽ ചർച്ചകളിൽ ട്രംപിന് തലവേദനയാകുന്നത് ഇറാന്റെ നയതന്ത്ര മിടുക്കാണ്. ഹോർമുസ് കടലിടുക്ക് തുറക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് ഇറാന്റെ നിബന്ധനകൾക്ക് വഴങ്ങേണ്ടി വരും. ചർച്ചകളുടെ മറവിൽ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ കൂടുതൽ ശക്തമാക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിൽ എത്ര ആധുനിക വിമാനങ്ങൾ ഉണ്ടായാലും ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുന്നത് തടയാൻ അവർക്ക് കഴിയില്ലെന്ന ഭയമാണ് ഇപ്പോൾ വെടിനിർത്തലിലേക്ക് വരാൻ പാശ്ചാത്യ ശക്തികളെ പ്രേരിപ്പിച്ചത്. ചുരുക്കത്തിൽ ഈ യുദ്ധത്തിൽ ഇസ്രയേൽ നേടിയെന്ന് പറയുന്ന വിജയങ്ങൾ താൽക്കാലികമായ മാധ്യമ യുദ്ധങ്ങൾ മാത്രമായി കരുതേണ്ടി വരും. അത് വരും തലമുറകൾക്ക് തങ്ങളെ തൊടാൻ ഭയം തോന്നും വിധം ഇസ്രയേൽ മാറിയെന്നത് വെറും വിദ്യയാണ്. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ പോലും തുളച്ചു കയറാൻ ഇറാന്റെ മിസൈലുകൾക്ക് കഴിഞ്ഞു എന്ന ലോകം കണ്ടതാണ്. വലിയൊരു സാമ്പത്തിക തകർച്ചയിൽ നിന്നും സൈനിക സമ്മർദ്ദത്തിൽ നിന്നും അമേരിക്കയെയും ഇസ്രയേലിനെയും ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതിലൂടെ ഇറാൻ തങ്ങളുടെ ഭൗമരാഷ്ട്രീയ മേധാവിത്വം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ചതുരംഗ കളിയിൽ ഇപ്പോഴും കളി നിയന്ത്രിക്കുന്ന രാജാവ് ഇറാൻ തന്നെയാണ്.